ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മുടെ ബംഗാളിലും ത്രിപുരയിലും എല്ലാം ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായ ഭരണമുണ്ടായ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും CPM-നും എല്ലാം വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഭരണം കിട്ടിയിരുന്ന കാലഘട്ടങ്ങളിൽ ആ സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സമാനമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലും ഉരുത്തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിൽ വളരെ കാലം ഇടതുപക്ഷ മുന്നണി ശക്തമായ ഭരണത്തിലിരിക്കുകയും ആ സമയത്ത് ഞങ്ങൾക്ക് എതിരായ ആരുമില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അതായത് ഒരു പാർട്ടി ഭരണ സംവിധാനം, നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തെക്കാൾ അപ്പുറം പാർട്ടി നിയന്ത്രിക്കുന്ന, പാർട്ടിയാൽ ചൊൽപ്പടിക്ക് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനം, അത് എല്ലാ തലങ്ങളിലും നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തൊരു കാലഘട്ടം ബംഗാളിനുണ്ടായിരുന്നു. ത്രിപുരയ്ക്കും ഏതാണ്ട് സമാനമായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. ബംഗാളിൽ പിന്നീട് അത് വർദ്ധിച്ച് വന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. ആ കാലഘട്ടങ്ങളിൽ ആ സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സവിശേഷത, എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയില്ല. അത്രയേറെ അക്രമം നടത്തുകയോ അതല്ലെങ്കിൽ അത് അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കേരളം അതിൻ്റെ ഒരു പരീക്ഷണശാലയായി മാറ്റാൻ കഴിയുമോ എന്നാണ് അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SFIക്കാർ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്നു. അത് പൊതുവെയുള്ള കാര്യമൊന്നുമല്ല. നേരത്തെയും ഇടതുപക്ഷ മുന്നണി ഭരണത്തിലിരുന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഗവർണർമാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് വന്നിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കെതിരെ പ്രത്യക്ഷമായ സമരത്തിന് SFI രംഗത്ത് വന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസുമാർക്കെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പൊതുവെയുള്ള കാര്യമല്ല. പക്ഷേ ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് SFI പറയുകയാണ്, കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു കാരണവശാലും ഇനി വേറെ ആരെയും ഭരിക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇതെന്തൊരു തിട്ടൂരമാണ്! കേരളത്തിലാണ്, ജനാധിപത്യ സംസ്ഥാനത്താണ്, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഈ സംസ്ഥാനം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആണ് എന്നൊരു ചിന്തയുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കണം. ആ തരത്തിലുള്ളൊരു ധാർഷ്ട്യം ഒരു സംഘടനയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയുമോ? ഗവർണറെ തടയുക, അതൊക്കെ ആയിക്കോട്ടെ, തടയുകയോ പോലീസിന്റെ കയ്യിൽ നിന്ന് തലവടൽ വാങ്ങുകയോ തല്ലുകൊള്ളുകയോ ഒക്കെ ചെയ്തോട്ടെ, അതിലൊന്നും ആർക്കും പ്രയാസമില്ല. കാരണം അതൊരു ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ബാനർ കെട്ടി പ്രതിഷേധിക്കുക, അതൊക്കെ നടന്നോട്ടെ. പക്ഷെ അതൊരു അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുക, ഗവർണറെ തടയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അതിന് അക്രമം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒത്താശയോടുകൂടി ചില കലാപരിപാടികൾ നടത്താൻ വേണ്ടി ശ്രമിക്കുക, ABVP-കാരെയും യുവമോർച്ചക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളെ മുഴുവൻ തന്നെ അടിച്ചോടിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയത് മുതൽ ആരെല്ലാം കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നുണ്ടോ ആ ആളുകളെ മുഴുവൻ തന്നെ, അല്ലെങ്കിൽ കറുത്ത ഉടുപ്പിട്ട് കറുത്ത ചുരിദാറിട്ട ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ അക്രമവും പ്രതിഷേധവും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അമ്മമാരും ചില സ്ത്രീകളും കറുത്ത വസ്ത്രം ധരിച്ചപ്പോൾ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിർത്തി എന്ന് പരാതി പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പോലീസ് ഏതെങ്കിലും ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, പാർട്ടി നടപടി സ്വീകരിക്കുന്നു. ഇതിനാണ് ആളുകളെ ശിക്ഷിക്കാൻ, സമരം നടത്തുന്നവരെ ശിക്ഷിക്കാൻ, അടിയുണ്ടാക്കാൻ, അവരെ ചീത്ത വിളിക്കാൻ, അവരെ തല്ലാൻ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിക്കുന്നവരെ അടിക്കാൻ ഈ യുവജന സംഘടനകൾക്കും DYFI-കാരനും SFI-കാരനും ആരധികാരം കൊടുത്തു? അവരെ ആര് കയറൂരി വിട്ടു? അവരെ കയറൂരി വിട്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഈ നവകേരള യാത്രയുടെ ഭാഗമായി ചില മന്ത്രിമാർ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയ ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് ശ്രീ മുഹമ്മദ് റിയാസ്, MP രാജേഷ്, ശ്രീ P രാജീവ്, R ബിന്ദു തുടങ്ങിയിട്ടുള്ള ചില മന്ത്രിമാർ, ഞാൻ പേരെടുത്ത് പറയാം കാരണം അവരാണ് സ്ഥിരമായി വന്നുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചില മന്ത്രിമാർ. ആ മന്ത്രിമാർ നിരന്തരമായി രാവിലെ എണീറ്റാൽ അവരുടെ ആദ്യത്തെ പണി അവർ നടക്കാൻ പോകുന്ന സമയത്ത് SFI-ക്കാർക്കും DYFI-ക്കാർക്കും ഒരു ഉത്തേജനം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഇന്ന് ആരെയൊക്കെ തല്ലണം, ഇന്ന് ഏതൊക്കെ തരത്തിൽ സമരക്കാരെ പ്രതിരോധിക്കണം, അതിനൊരു ആദ്യമേ തന്നെ ഒരു വഴിമരുന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിനെ ശക്തമായി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക. രാവിലെ മന്ത്രിമാർ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇനി സമരത്തിന് വരുന്നവരെ കൈകാര്യം ചെയ്യണം, അവരെ കൈകാര്യം ചെയ്യാതെ എന്ത് ചെയ്യും? ഈ തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ പോലീസിനെ ഉപയോഗിക്കുക.
ഈ തരത്തിൽ സമരത്തെ അടിച്ചമർത്താൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുക, പ്രതിഷേധങ്ങളെ ഇല്ലാതെയാക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കുക. ഈ ആളുകളാണ് നിരന്തരമായി ജനാധിപത്യ ബോധത്തെ കുറിച്ച് പറയുന്നതും പ്രതിഷേധങ്ങളെ കുറിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്യുന്നത്. പ്രതിഷേധിക്കാൻ അവകാശം നിഷേധിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ. ആ ആളുകൾ ഒരു യാത്ര നടത്തി 20-25 ദിവസം ആകുമ്പോഴത്തേക്കും നിരന്തരമായ പ്രതിഷേധങ്ങളുടെ കോലാഹലങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് സൃഷ്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സൃഷ്ടിക്കുക. ഒരു തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറുതരത്തിൽ ആളുകളെ ഇറക്കിക്കൊണ്ട് SFIക്കാരെ DYFIക്കാരെ ഇറക്കിക്കൊണ്ട്. അപ്പൊ ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തെ കുറിച്ചാണ് അങ്ങനോട് ചോദിച്ചത്. എന്താണ് അടിസ്ഥാനം? കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നീക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഗവർണറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ അധികാരത്തിൽ, ഗവർണർ എന്നുള്ള നിലക്ക് ചാൻസലർക്ക് കിട്ടിയിട്ടുള്ള അധികാരത്തിൽ, ചാൻസലർ ആയിരിക്കുന്ന സർവകലാശാലയുടെ ഗവർണർക്ക് സർവകലാശാലയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലും അനുവദിക്കേണ്ടതില്ല. അത് പ്രോ ചാൻസലർ അടക്കം, പ്രോ ചാൻസലർ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഒരാളുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ചാൻസലർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാത്തതിന് ഗവർണറെ ശാസിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് അക്കാര്യത്തിൽ. അപ്പൊ സ്വാഭാവികമായും ഗവർണർ അതിനുശേഷം അല്ലെങ്കിൽ ചാൻസലർ അതിനുശേഷം എടുക്കുന്ന നടപടികളെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? ഈ സർവകലാശാലകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുക, ഭാര്യമാരെ തിരികെ കയറ്റുക, പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാനുള്ള വേദി ഉണ്ടാക്കുക, നിരവധി അനധികൃത നിയമനങ്ങൾ സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിനെ ഗവർണർ ഒരു തവണ ചോദ്യം ചെയ്തപ്പോൾ, ചാൻസലർ എന്നുള്ള നിലക്ക് അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭമായി രംഗത്ത് വരുന്നു. പ്രക്ഷോഭം ആർക്കും നടത്താം. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ ആർക്കും പ്രക്ഷോഭം നടത്താം, ആർക്കും ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കാം. അതിലൊന്നും ആരും ഇവിടെ ഒരു തടസ്സവും പറയേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷെ അതേസമയം അതെല്ലാം അതിര് കടന്നുകൊണ്ട് അക്രമത്തിന്റെ പാതയിലൂടെ മറ്റുള്ള ആളുകൾക്ക് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇപ്പൊ ഇന്ന് എന്താ സംഭവം ഉണ്ടായിട്ടുള്ളത്? കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റിന് അംഗീകാരം കൊടുത്ത് സെനറ്റ് കൂടാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായപ്പോ പത്മശ്രീ അവാർഡ് ജേതാവിനെ അടക്കം ശ്രീ ബാലൻ പുതേരി അടക്കമുള്ള ആളുകളെ തടഞ്ഞുകൊണ്ട് അവിടെ കയറ്റാൻ കഴിയില്ല എന്ന് പറയുക. പിന്നെ ആരെ കയറ്റണം? DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരെ മാത്രം കയറ്റണം. ഇത്രയും കാലം നമ്മുടെ സർവകലാശാലകൾ എന്താക്കി മാറ്റിയതെന്ന് നമ്മൾ കണ്ടതല്ലേ. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ഉദാഹരണം നമ്മുടെ മുന്നിലില്ലേ. സർവകലാശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരമായ അക്രമ സംഘങ്ങളെ സൃഷ്ടിക്കുക, സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്രിമത്വം നടത്തുക, പരീക്ഷകളിൽ കൃത്രിമത്വം നടത്തുക, പരീക്ഷ എഴുതുന്നതിൽ കൃത്രിമത്വം നടത്തുക, റിസൾട്ട് വരുത്തുന്നതിൽ കൃത്രിമത്വം നടത്തുക, അതിന്റെ പേരിൽ PSC റാങ്ക് ലിസ്റ്റിൽ കൃത്രിമത്വം നടത്തുക, ജോലി നേടാൻ വേണ്ടിയുള്ള മാർഗമായി സർവകലാശാലകളെയും സംവിധാനങ്ങളെ ഉപയോഗിക്കുക, PSC സംവിധാനത്തെ ഉപയോഗിക്കുക. ഇത് കണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരും യുവജനങ്ങളും മടുത്തിരിക്കുക. അവരിനി പ്രതിഷേധിക്കും. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ ആ പ്രതിഷേധമാണ്. ഇനി കയ്യും കെട്ടി നിൽക്കാനോ അടങ്ങിയിരിക്കാനോ ശബ്ദിക്കാതിരിക്കാനോ പ്രതിഷേധിക്കുന്നവർക്കെതിരെ തിരിച്ച് പ്രതിഷേധിക്കാതിരിക്കാനോ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ക്ഷമിച്ച ആളുകൾ, സമരരംഗത്ത് DYFIക്കാരനെ SFIക്കാരനെ അടികൊണ്ടിരുന്ന ആളുകൾ, പോലീസുകാരനെ അടികൊണ്ടിരുന്ന ആളുകൾ കഴിഞ്ഞ 2 ദിവസമായി അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി കേരളത്തിൽ കഴിഞ്ഞ ബംഗാൾ പോലെ ത്രിപുര പോലെ അടിച്ചൊതുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കാം, ഞങ്ങളുടെ കായിക ശേഷിയിൽ നിങ്ങളെല്ലാം അടങ്ങിയിരുന്നോളണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് ഇനി യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എല്ലാം തയ്യാറാകുമെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നതെങ്കിൽ അതിന് കേരളം കാണാൻ പോകുന്നതേ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 ദിവസമായി ഇങ്ങോട്ട് അടിക്കാൻ വരുന്നവരെ തിരിച്ച് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിഷേധക്കാരെ തല്ലാൻ ആളില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ കൂടെ സുരക്ഷയ്ക്ക് പോകുന്ന ആളുകൾ, അവർ മുഖ്യമന്ത്രിയുടെ സുരക്ഷയെല്ലാം വിട്ടു. അവർ വടിയും കമ്പും എല്ലാമായി വന്ന് ഈ പ്രതിഷേധത്തിന് വരുന്ന ആളുകളെ അടിച്ചൊതുക്കുകയാണ്. ഏത് തരത്തിലുള്ള അടിയടിക്കുന്നത്? ശ്രീ ജോർജ് അതിനെ വളരെ കൃത്യമായി വിവരിച്ചു. ഏത് തരത്തിലുള്ള അടിയടിക്കുന്നത്? വാശിക്ക് അടിക്കുന്നത് പോലെയാണ്, അടിച്ചു കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടിക്കുന്ന പോലെയാണ്. അതായത് ഒരാളെ അടിച്ച് നശിപ്പിക്കുക, അവനെ ഏത് തരത്തിലും അവനെ ശാരീരികമായി അടിച്ചമർത്തുക. ആ തരത്തിലുള്ള ഒരു ഇവരൊക്കെ അടിക്കുന്നതിന്റെ രീതി കണ്ടാൽ അവരെല്ലാം ഏതെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണോ അടിക്കുന്നത്? അത്രയും ഭ്രാന്തമായ രീതിയിൽ സമരക്കാരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അവർ അബോധാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അതായത് മയക്കുമരുന്നെല്ലാം കഴിക്കുന്ന ആളുകൾ കാണിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു ഉന്മാദാവസ്ഥയിൽ നിന്നുകൊണ്ട് ആളുകളെ അടിക്കുക. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഈ തരത്തിലുള്ള പിൻബലം എവിടെ നിന്ന് കിട്ടുന്നു? അത് കിട്ടുന്നത് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ ദിവസവും ഈ പിൻബലം കൊടുക്കാൻ. അടിച്ച ഗൺമാനെ അല്ലെങ്കിൽ അടിച്ച സെക്യൂരിറ്റി ഓഫീസറെ, മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരനെ ആ ചോദ്യം പത്രക്കാർ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടാതെ എണീറ്റ് പോകുന്നു. എന്താ അതിനുള്ള മെസ്സേജ്? നിങ്ങൾക്ക് ഇനി അടിക്കാം എന്നുള്ളതാണ്.
മന്ത്രിമാർ ആ കാര്യത്തിൽ നല്ലതാണെന്ന് പറയുന്നു. ഗവർണറെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന SFIക്കാർ അവർ ചുണക്കുട്ടികളാണ് എന്ന് മന്ത്രിമാർ പറയുന്നു. അവരുടെ ശക്തി ഗവർണർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇത് ജനാധിപത്യ കേരളത്തിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.